ഇവിടെ ആർക്കും കഴിയാത്ത കാര്യമാ നിന്നെ കൊണ്ട് സാധിച്ചത്. ഇതിനെടുത്ത് മാറ്റ് പ്ലീസ്. കിടക്കട്ടെ, രാത്രി ഒരു കൂട്ടാവും. മാറ്റി പിടിക്കാൻ. ചിന്നു മാറ്റി പിടിക്ക. ഇനിയുണ്ടോ? നിങ്ങൾക്കൊക്കെ ഇവിടെ എന്താ ജോലി? ജോലിക്കാരെ കൊണ്ട് ഇവിടെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ മുറിയിലാണെങ്കിൽ പാറ്റിയും പല്ലിയും. അതിപ്പോ ഞങ്ങള് പാറ്റയോടും പല്ലിയോടും ഒക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ഇത് മാടത്തിന്റെ റൂമാണ്, ഇതിനകത്ത് കയറരുതെന്ന് പുറത്തെഴുതി വെക്കാന്ന് കരുതിയാ. ഇവറ്റകൾക്കൊന്നും വായിക്കാനും അറിയില്ല. ചിന്നു പിന്നല്ലാതെ ഇനി പാറ്റയുടെ പേരിൽ നമ്മൾ വഴക്ക് കേൾക്കണോ? അല്ലെങ്കിൽ ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റവാ. നീ വന്നേ. ഒന്ന് നിന്നേ. നിങ്ങളെ അല്ല, നിങ്ങൾ പോ. ഞാൻ ഇവളോടാ നിക്കാൻ പറഞ്ഞ. ചന്ദ്രാമ്മ ചെല്ല്, ഞാൻ വന്നോളാം. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിന്റെ ഒരുമാതിരി സംസാരം ഉണ്ടല്ലോ, അത് മര്യാദയ്ക്ക് നിർത്തിയേക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഇനി ഒരുമാതിരി വർത്താനാവാലോ. എനിക്കറിയാം എന്താ ആവശ്യമെന്ന്. ബഹുമാനം. ഇവിടെ എല്ലാവരും മാടത്തിനെ ബഹുമാനിക്കണം. സംസാരത്തിനും പ്രവൃത്തിക്കും ആരും അത് തരില്ലെന്നറിയാവുന്നതുകൊണ്ട് പിടിച്ചു വാങ്ങാൻ നോക്കുന്നു. വേറെ ആരിൽ നിന്ന് കിട്ടിയാലും ഈ ചിന്നുവിൽ നിന്ന് ഒരിക്കലും മാടം അത് പ്രതീക്ഷിക്കണ്ട. അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നൊരു കാലം ഉണ്ടായിരുന്നു. രക്തബന്ധത്തിൽ എന്ന് വിശ്വാസം ഇല്ലാതായോ അന്ന് ഞാൻ അതങ്ങ് നിർത്തി. എന്നോട് കാണിക്കുന്നതൊക്കെ ഞാൻ ക്ഷമിക്കും. പക്ഷെ എന്റെ അമ്മയെ കൊണ്ട് കാല് പിടിപ്പിച്ചത് അതെന്റെ മനസ്സിലുണ്ട്. കാല് പിടിപ്പിച്ച ഈ മരവിച്ച മനസ്സുകൊണ്ട് തന്നെ അമ്മയെ തിരക്കി വരുന്നൊരു ദിവസം വരും. പിന്നെ ഇപ്പൊ ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് കരുതി കൂടുതലങ്ങ് ഭരിക്കാൻ വന്ന അച്ഛനും അമ്മയും ഞാനും മാത്രമല്ലാതെ ഒരാള് കൂടിയുള്ളൊരു ഫാമിലി ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. അത് ഞാനെടുത്ത് ഇവിടെ ആരെയെങ്കിലും കാണിച്ചാ ഇപ്പൊ ഞാൻ പാറ്റയെടുത്ത് പുറത്തു കളഞ്ഞ ലാഘവത്തിലെ ഇവിടെ ഉള്ളവരെടുത്ത് പുറത്തു കളയും. അത് ഓർമ്മയിലുണ്ടായാ നല്ലത്. മാറങ്ങോട്ടെ.